ഇയ്യോബ് 31:1 ഇപ്രകാരം കാണുന്നു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെങ്ങനെ? ദൈവം മുമ്പാകെ വിശുദ്ധി നിലനിർത്തുന്നതിന് നമ്മുടെ കണ്ണുകളെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ വാക്യം പഠിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളുമായി നാം ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടത് എന്തുകൊണ്ട്? പാപത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ. മത്തായി 5:28 യേശു പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നമ്മുടെ കണ്ണുകൾ എന്തിൽ വ്യഭിചാരം ചെയ്യാൻ അനുവദിക്കുന്നു എന്നതിൽ നിന്നാണ് പലപ്പോഴും പാപം ആരംഭിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ അശുദ്ധിയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കാരണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു. മത്തായി 6:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണു കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! നമ്മൾ കാണുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നു. ദൈവിക കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ അവന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ കണ്ണുകളുമായി നമുക്ക് എങ്ങനെ ഒരു ഉടമ്പടി ചെയ്യാൻ കഴിയും? നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുക. പ്രലോഭനത്തിന് കാരണമാകുന്ന മാധ്യമങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുക. യേശുവിൽ നിങ്ങളുടെ കണ്ണുകൾ ഉറപ്പിക്കുക. തിരുവെഴുത്തുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. സങ്കീർത്തനം 119:37 ഇപ്രകാരം കാണുന്നു, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ.